ഹായ് എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊരു വ്ലോഗ് ചെയ്തിട്ട് കുറേ ദിവസമായി. എൻ്റെ മോന് എക്സാം ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു കേട്ടോ. ഒരു ദിവസം ഫുൾ അങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് വ്ലോഗ്സ് കാണാനാണ് ഇഷ്ടം. എനിക്കറിയാം, കമൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ഞാനങ്ങനെ സ്ഥിരമായിട്ട് വ്ലോഗ് ചെയ്യുന്ന ഒരാളല്ല, നിങ്ങൾക്കറിയാലോ. ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. കുക്കിംഗ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് റെസിപ്പീസാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം ഒരു വ്ലോഗ് ചെയ്യാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ സ്ഥിരമായിട്ട് വ്ലോഗ് എടുത്ത് ചെയ്യാനൊന്നും സ്പെഷ്യലായിട്ടൊന്നും സംഭവിക്കാറില്ല. സ്ഥിരം ഇങ്ങനെ ഈ കുക്കിങ്ങൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ. അപ്പോൾ അതുകൊണ്ടാണ് വ്ലോഗ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണുന്നവർക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് എപ്പോഴും. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ലേറ്റായി എഴുന്നേറ്റപ്പോൾ തന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. രാവിലെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഇൻട്രോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം. ബാക്കി ഇന്നത്തെ വിശേഷങ്ങളും കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തി റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ദോശയായിരുന്നു. ദോശയും ചമ്മന്തിയും ദോശയും സാമ്പാറും ഒക്കെ കഴിച്ച് എല്ലാവരും മടുത്തു. അപ്പോൾ ഇന്ന് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ അധികം ജോലി ചെയ്യാനും വയ്യ. അപ്പോൾ എന്താ ചപ്പാത്തി റോള് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ആദ്യം മാവ് കുഴച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു റോളാണ് കേട്ടോ. അപ്പോൾ മാവ് കുഴച്ചു. ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു ഫില്ലിംഗാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം. ഇനി ഇതിനകത്ത് ഞാനിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നില്ല. അത് ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എനിക്ക് പിന്നെ സമയമില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, എഴുന്നേറ്റപ്പോഴേ ലേറ്റായി. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 2 സവോളയും ഒരു പച്ചമുളകും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ചൂടാകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോള നന്നായിട്ട് വാടിക്കഴിയുമ്പം പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയുമാണ് ചേർക്കുന്നത്. വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. വേണമെങ്കിൽ പെപ്പർ പൗഡർ, കുരുമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അധികം എരിവ് കൂടണ്ടെന്ന് വിചാരിച്ച് കുരുമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചപ്പ് നന്നായിട്ട് മാറണം. ഇനി നമ്മൾ പുഴുങ്ങി പൊടിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ അടച്ചു വെച്ചൊന്നും വേവിക്കത്തില്ല, ജസ്റ്റ് എല്ലാം കൂടി ഇനി മിക്സ് ചെയ്ത് എടുക്കത്തേ ഉള്ളൂ. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ നമ്മൾ ചേർത്ത പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവണം. അതുപോലെ സവോള അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ടാവണം കേട്ടോ. ഒരു പച്ചപ്പ് തോന്നരുത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഫില്ലിങ് റെഡിയായി. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് റോൾ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാനിന്ന് 6 റോളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും 4 പേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ റോളെന്ന് പറയുമ്പോഴേ അത്യാവശ്യം നല്ല ഹെവി ആയിരിക്കും. അപ്പോൾ ഒരെണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വയറ് നിറയും. അപ്പോൾ അതുകൊണ്ട് 6 ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ 6 ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എപ്പോഴും ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 മുട്ടയും കൂടി പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ
മുട്ടയൊന്ന് മുറിച്ച് വെക്കണം കേട്ടോ. നീളത്തിന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചാൽ മതി. ഇതുപോലെ പിന്നെ നമുക്കത് റോൾ ചെയ്തെടുക്കാം. ഞാനിന്ന് ഇതിനകത്ത് കുറച്ച് പാസ്ത പിസ്സ സോസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഉരുളക്കിഴങ്ങ് മുട്ടയും മാത്രം വെച്ച് ചെയ്താലും നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പുതിനയും മല്ലിയില ഉണ്ടെങ്കിൽ അത് വെച്ച് ഗ്രീൻ ചട്നി ഉണ്ടാക്കത്തില്ലേ, പുതിനയും മല്ലിയും പച്ചമുളകും കൂടിയൊക്കെ അരച്ചിട്ട് ഗ്രീൻ ചട്നി ഉണ്ടാക്കി അതൊന്ന് ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഫില്ലിങ്ങും കൂടെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ പുതിനയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ സോസ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. സോസ് ആണെങ്കിൽ ശരിക്കും അത്ര ഹെൽത്തി അല്ല. ഗ്രീൻ ചട്നി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. സോസ് ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഒത്തിരി ആയാലും അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാകത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വയ്ക്കാം കേട്ടോ. എത്ര ഫില്ലിങ് ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വയ്ക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഒരു 3-4 പീസൊക്കെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ സവോള അരിഞ്ഞതോ അല്ലെങ്കിൽ തക്കാളി അരിഞ്ഞതോ ഒക്കെ വെക്കാം. എൻ്റെ കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് സവോളയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വെക്കാതിരുന്നത്. ഇനി ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് റോള് റെഡി. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, വൈകിട്ട് കുട്ടികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റോളാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. How is it, Babu? ഉച്ചയ്ക്ക് പിന്നെ അച്ഛനും അമ്മയും വന്നു. തിരക്ക് കാരണം ഉണ്ടല്ലോ, ഇവിടെ പരീക്ഷ അങ്ങനെ പല തിരക്കുകളും ഉണ്ട്. അവർ കുറേ ദിവസമായിരുന്നു വന്നിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവരും വന്നു. കുത്തരുതവനെ. യോയോ ആയല്ലോ, യോയോ. സാധാരണ എല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസോ ബിരിയാണിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എന്തോ കുക്ക് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു, മടിയായിരുന്നു രാവിലെ തൊട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു. ദർബാർ കാറ്ററേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഷോപ്പ് അല്ലെങ്കിൽ കാറ്ററിംഗ് യൂണിറ്റാണ് കേട്ടോ, അവരെ നിന്ന് വാങ്ങിച്ചത്. മുന്നേ ഞാൻ ബിരിയാണി അവരെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കിഴി ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അത് നല്ല വാഴയിലൊക്കെ പൊതിഞ്ഞ ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് എരിവുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പം അത്ര എരിവ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് നോക്കണം. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. ഒരു പൊതിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം കഴിക്കാനുള്ള എമൗണ്ട് ഉണ്ട്. എനിക്കൊന്നും അത് ഫുൾ കഴിച്ച് തീർക്കാൻ പറ്റിയില്ല, അതുപോലെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഇച്ചിരി ഹെവി ആയിട്ട് അധികം ബിരിയാണി പോലെയൊക്കെ കഴിക്കുകയാണെങ്കിൽ വൈകിട്ട് എപ്പോഴും നമ്മൾ ലൈറ്റായിട്ട് ഡിന്നർ കഴിക്കുള്ളൂ കേട്ടോ. അധികം അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടി. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് തന്നെ അതും ഉണ്ടാക്കി. എന്താണെന്നറിയോ, വയലറ്റ് കാച്ചിലല്ല, കാച്ചിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പുഴുങ്ങി കഴിക്കില്ലേ, പുഴുങ്ങി നമ്മുടെ കപ്പയുടെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു കാച്ചിലാണ് കിട്ടിയത്, വയലറ്റ് കാച്ചിൽ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മേടിച്ചത് ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്തുള്ള ഒരു ഷോപ്പാണ്, പാഷൻ സാത്വിക് ഡയറ്റ് കേട്ടോ.
ഞാൻ ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടതാണ്. പെസ്റ്റിസൈഡ് ഒന്നും ഇല്ലാത്ത മാങ്ങ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കണ്ടിട്ട് ആണ് ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മാങ്ങ മേടിച്ചോ, നല്ലതായിരുന്നു, ഒട്ടും പുളിയൊന്നും ഇല്ലാത്ത നല്ല മാങ്ങയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പ്രോഡക്ട്സ് നോക്കിയപ്പം, ഈ സാധനങ്ങൾ നോക്കിയപ്പം ഇതുപോലെ നാടൻ സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. അധികം നമ്മളിങ്ങനെ ഇപ്പോൾ കാണാൻ ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. അവർക്ക് ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ ഷോപ്പിൽ പോയി മേടിക്കാം, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യും. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, എനിക്ക് ആ ഷോപ്പ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കിട്ടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല മാങ്ങ, പെസ്റ്റിസൈഡൊന്നും ഇല്ലാത്ത മാങ്ങ. പിന്നെ എന്താ അറിയോ, കമ്പിളി നാരങ്ങ. നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ എന്തുമാത്രം കഴിച്ചിട്ടുള്ള സാധനമാണല്ലേ. പക്ഷെ ഇപ്പം എന്താ, ഇവിടെ ഒന്നും കാണാനേ ഇല്ല. ഇതുപോലെ വളരെ റെയറായിട്ട് ചന്തയിലോ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോപ്പുകളിലോ ഒക്കെയാണ് കിട്ടുന്നത്. നല്ല ചൂട് സമയത്തൊക്കെ കുട്ടികൾ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്, അവർക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. വെറുതെ ഇങ്ങനെ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നേക്കാളും വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പോൾ കാച്ചിലിൻ്റെ കൂടെ കുറച്ച് കഞ്ഞിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഒട്ടും തവിട് കളയാത്ത അരി വെച്ചിട്ട് ആണ് കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് അച്ഛൻ്റെ സ്പെഷ്യലാണ്. എപ്പോഴും കഞ്ഞി ഈ ഒരു അരി വെച്ചിട്ടേ ഉണ്ടാക്കുള്ളൂ. ഇത് വെച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടമാവത്തില്ല കേട്ടോ. തവിട് ഒത്തിരി കിടക്കുമ്പം വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു കുക്കറിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ ഈ സാധനം. അമ്മ കാച്ചിലൊക്കെ വൃത്തിയാക്കി മുറിച്ച് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തിളച്ച് വന്നിട്ട് ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്താൽ മതി. ചോറ് വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് തേങ്ങ അരച്ചതും കൂടി, ഒന്ന് ലൂസായിട്ട് അരച്ചതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ കഞ്ഞി റെഡി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ കഞ്ഞിക്ക്. അതുകൊണ്ട് കാച്ചിലെൻ്റെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നല്ല വയലറ്റ് കളറായേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാവ് പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. കാച്ചിലും ചമ്മന്തിയും. നമ്മൾ കപ്പയ്ക്കൊക്കെ അരയ്ക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ, പുളിയൊന്നും ചേർക്കാതെ അരയ്ക്കുന്ന ചമ്മന്തി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സാധാരണ കാച്ചിലിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ ആയാലും കാണുമ്പോൾ ആ ഒരു കളർ കൊണ്ടുണ്ടല്ലോ, അവർക്കും കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തൊട്ട് അങ്ങനെ അധികം ഷൂട്ട് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു തട്ടിക്കൂട്ട് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല റെസിപ്പീസും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.